കേരളത്തിൽ SIR നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണ പ്രക്രിയയാണ്, ഇന്റൻസീവ് റിവിഷനാണ് നടക്കുന്നത്. വളരെ വൃത്തികെട്ട നെറികേട് നിറഞ്ഞ ഗൂഢ ഉദ്ദേശത്തോടു കൂടെയുള്ള പദ്ധതികളാണ് എന്നുള്ളത് തീർച്ചയാണ്. ഇതൊക്കെയാണെങ്കിലും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും എല്ലാ പ്രതികരണങ്ങളെയും മറികടന്നുകൊണ്ട് ഇത് നടപ്പിലാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും രണ്ടാമതും വോട്ട് ചേർക്കപ്പെടണം. 40 വയസ്സിന് താഴെയുള്ള എല്ലാവരും രണ്ടാമതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടണം. കാരണം 1984 ജനിച്ചവർക്ക് 2002 വോട്ട് ഉണ്ടായിട്ടുണ്ടാവും. 2002 വോട്ടർ പട്ടിക മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം അസാധുവാണ്. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് 2002 ശേഷം ഉണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ 1984 ശേഷം ജനിച്ച് വോട്ട് ചെയ്തവരാണെങ്കിലും അതല്ല അതിനെത്രയോ മുമ്പ് ജനിച്ചിട്ടുണ്ട്, പക്ഷേ 2002 നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ അസ്തിത്വവും നഷ്ടപ്പെടുവാൻ ഇത് കാരണമാവും. കാരണം പൗരത്വ പട്ടികയ്ക്ക് സമാനമായിട്ടുള്ള ഡോക്യുമെന്റ്സും രേഖകളുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവരെന്ന് ബോധ്യത്തോടു കൂടെ തന്നെയാണ് പറയുന്നത്. കാരണം ഒരു ഇലക്ഷൻ കമ്മീഷന്റെ മാത്രം പ്രവർത്തനമല്ല ഇത്. ഇലക്ഷൻ കമ്മീഷന്റെ മാത്രം ആവശ്യമായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് കുറഞ്ഞ കാലയളവ് മാത്രം കൊടുത്തുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വതന്ത്രമായ ഒരു ബോഡിയല്ല ഇലക്ഷൻ കമ്മീഷൻ. അങ്ങനെയെല്ലാം അഭിപ്രായമുണ്ടെങ്കിലും 1984 ശേഷം ജനിച്ചവരും 2002 വോട്ട് ചെയ്യാത്ത ആളുകൾ, 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ എല്ലാവരും രണ്ടാമതും വോട്ട് ചേർക്കണം. വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർക്കുവാൻ വരുമ്പോൾ ഇതുവരെയുണ്ടായ കഴകുഴമ്പൻ അലസൻ നിലപാടുകളല്ല ഇനി വേണ്ടത്. BLOമാർക്ക് കാര്യമായ ഡാറ്റകൾ എല്ലാം നൽകിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുവാൻ എല്ലാവരോടും പ്രേരിപ്പിക്കുകയും വേണം. അങ്ങനെ മാത്രമേ പ്രത്യേക അജണ്ടയോടെ വരുന്ന ശ്രമങ്ങളെ ചെറുതായെങ്കിലും തോൽപ്പിക്കുവാൻ കേരള സമൂഹത്തിനെ കൊണ്ട് കഴിയുകയുള്ളൂ.